പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാളുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഒരു വിഷയം ഓർക്കുമ്പോൾ, ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് കർത്താവ് ഈ നിമിഷം ഏറ്റെടുക്കുകയും നിനക്ക് വേണ്ടി ഈശോ വാദിക്കുകയും ചെയ്തുകൊണ്ട് നിന്നെ അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരട്ടെ. നിന്റെ സാമ്പത്തിക പ്ലാനുകളെല്ലാം, നിന്റെ പദ്ധതികളെല്ലാം, 10 പൈസ നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി സ്വരുക്കൂട്ടാൻ വേണ്ടിയുള്ള നടപടികൾ ഈശോയുടെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവെ, കുറേ നാളായി പരിശ്രമിച്ചിട്ടും ഒന്നും നടക്കാതെ
ഇപ്പോഴും ഒന്നേം തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിഷയത്തിനുമേലും കർത്താവ് ഇന്ന് നീ തീരുമാനം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവരെ, അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിരാളികളുള്ളവരെ, അത് ബിസിനസ്സാകാം, സ്കൂളാകാം, ആശുപത്രിയാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം, എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, infuse His Spirit of power and grace. 5:7 എന്താണ്? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അവർക്ക് കരുണ ലഭിക്കും. ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു വാക്കാണ് കരുണ. ആവശ്യമുള്ളിടത്തും എല്ലായിടത്തും കരുണയൊക്കെ ഉപയോഗിച്ച്, അതായത് ദൈവത്തിന് സുവിശേഷം നിരക്കാത്ത ജീവിതം ജീവിക്കുന്ന, മൃഗതുല്യമായ ജീവിതം ജീവിക്കുന്നവരോടൊക്കെ കരുണ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് പാപത്തിന് ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്ത് ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി പറയുകയാണ്. അപ്പം ഞാൻ അന്ന് പറയുമായിരുന്നു, ഏറ്റവും ഇപ്പം അത് അവരോടൊക്കെ കരുണ കാണിക്കണം. അങ്ങനെയുള്ള ക്രിസ്തുവിനെ അറിയാത്തവരോട് അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലും ഒരു കരുണയുടെ സുവിശേഷമുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ പറയാമായിരുന്നു, കരുണ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താ? സഭയ്ക്ക് ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താണ്? സഭയെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുകയാണ്. എന്താണ്? ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുക, ലോകത്തിൻ്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക. ലോകത്തിൻ്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക എന്ന് വെച്ചാൽ മിഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ജീവശ്വാസമാണ് സഭയുടെ. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വാർദ്ധക്യം വായിച്ച സഭയായിട്ട് മാറും. അപ്പൊ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താണ്? ക്രിസ്തുവിനെ കൈമാറുകയാണ്. ആ കാര്യം, കരുണ എന്ന മൂല്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പേ ഉള്ളതാ. അപ്പൊ ഒരു കരുണ, ലോകത്ത് മുഴുവൻ കരുണ ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? അല്ല, ക്രിസ്തു പോലും ദൈവത്തിന്റെ കരുണയാണ്. എന്തിനെ? ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ബലിദാനമാണ് ക്രിസ്തു. ആ കരുണയാണ്. അപ്പൊ നമ്മുടെ ഒരു ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുമ്പോൾ ചില പീഡനങ്ങൾ ഉണ്ടാകും. ആ വെളിച്ചത്തിൽ വേണം അടിയിലുള്ള വചനം വായിക്കാൻ. മനുഷ്യൻ കരുണ കാണിക്കുമ്പോൾ, ക്രിസ്തുവിന് ലോകത്തിന് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ലോകത്തോട് കരുണ കാണിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ വചനങ്ങള് സുവിശേഷ വിഹിതമായ സാക്ഷ്യത്തോട് ജീവിക്കുമ്പോഴേ, സുവിശേഷ വിഹിതമായ വിശ്വാസ കൈമാറ്റത്തിൻ്റെ കരുണ കാണിക്കുമ്പോഴേ മനുഷ്യൻ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായി എല്ലാത്തരം കുറ്റങ്ങളും ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആഹ്ലാദച്ചുല്ലസിക്ക് വേണ്ടി. അപ്പം അവിടെയും വന്ന് നിൽക്കുന്നത് വിശ്വാസ കൈമാറ്റ കരുണ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കരുണ ക്രിസ്തുവിനെ കൈമാറുന്നതാണ്. ക്രിസ്തുവിനെ കൈമാറിയാലല്ലേ ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് ഡാർലി റോയ്, ചേന്നമംഗലത്തുനിന്ന് വരുന്ന ഹോളി ക്രോസ് ചർച്ച് ഇടവകയാണ്. ഞാൻ 2019 ഉടമ്പടി എടുത്ത ആളാണ്. 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ വിഷയം ഭാഗ ഉടമ്പടിയാണ്. എൻ്റെ ലക്ഷ്യം സ്വർഗരാജ്യമാണ്. എനിക്ക് ഈശോ നിത്യതയാണ് തന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 18 വർഷമായി. അപ്പച്ചനെ ഭാഗ ഉടമ്പടി ചെയ്യാൻ സാധിച്ചില്ല. അപ്പച്ചൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ട് പോവുകയാണ്. അപ്പച്ചന് സ്വന്തമായിട്ടൊന്നും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ 6 പേര് മക്കളുള്ളതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ എല്ലാ സമ്പാദ്യം ഉപയോഗിക്കേണ്ടി വന്നു. അപ്പച്ചൻ്റെ അപ്പാപ്പൻ, അതായത് ഞങ്ങളുടെ മുത്തപ്പാപ്പൻ, അപ്പച്ചൻ്റെ അപ്പന്, അതായത് ഞങ്ങളുടെ അപ്പാപ്പൻ കുറച്ച് കഴിക്കുന്ന ആളായതുകൊണ്ട് അപ്പാപ്പൻ സ്വത്തുക്കൾ നശിപ്പിക്കുമെന്ന് വെച്ച്
എൻ്റെ അപ്പച്ചന് സ്വത്തുക്കൾ എഴുതി വെച്ചു. അതിൻ്റെ ഫലമായിട്ട് മുത്തപ്പാപ്പൻ മരിച്ചപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങി. എൻ്റെ അപ്പച്ചന് 3 പെങ്ങന്മാരായിരുന്നു. 22 വയസ്സിലാണ് ഈ സ്വത്തുക്കൾ എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ മുത്തപ്പാപ്പന് 70 വയസ്സുള്ളപ്പോൾ. അന്ന് എൻ്റെ അപ്പച്ചൻ ഗവൺമെൻറ് ജോലി, പോസ്റ്റ് ഓഫീസിലായിരുന്നു ജോലി കിട്ടിയിരുന്നത്. ഏകദേശം 30 വയസ്സായപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു 35 വയസ്സാകുമ്പോഴേക്കും പ്രശ്നങ്ങൾ കൂടി. ഒരു ദിവസം വീട്ടിൽ നിന്ന് എല്ലാ ഫർണിച്ചറും പുറത്തെടുത്ത് വെച്ച് ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പെങ്ങന്മാർ. അന്നേരം എൻ്റെ അപ്പച്ചൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. സ്വന്തം അപ്പനോടും പെങ്ങന്മാരോടും വഴക്കിടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ച് അപ്പച്ചൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഒരു വാടക വീടെടുത്ത് അവിടെ താമസിച്ച്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കണത്. എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെയാണ് ഈശോ എന്നെ ജനിപ്പിച്ചിരിക്കുന്നത്. ഒരു വാടക വീട്ടിലാണ് ഞങ്ങളെല്ലാവരും ജീവിച്ചത്, വളർന്നത്, കല്യാണം കഴിഞ്ഞത്. അപ്പച്ചൻ മരിക്കണത് വരെ ആ വാടക വീട്ടിലായിരുന്നു. അപ്പച്ചൻ മരിച്ചിട്ട് ഭാഗടമ്പടി ചെയ്യാത്തത് കൊണ്ട് എൻ്റെ വീട്ടിലും പ്രശ്നങ്ങൾ തുടങ്ങി. സ്വത്തിനെ ചൊല്ലി എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ ഞാൻ പലരുടെ മുമ്പിലും കൈ നീട്ടിയിട്ടുണ്ട്, ഒന്നും മാധ്യസ്ഥം നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആർക്കും സാധിച്ചില്ല. അവസാനം കൃപാസനത്തിലൊരു പത്രം കിട്ടിയപ്പോൾ എന്നോട് എൻ്റെ അനിയൻ തന്നെയാണ് പറഞ്ഞത്, ഇവിടെ വന്ന് ഇവിടെ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ ഏത് കാര്യം സാധിക്കുമെന്നാണ് പറയുന്നതെന്ന്. അങ്ങനെ തന്നെ ഞാൻ ഇവിടെ വന്നു നിയോഗം എടുത്തു കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ 3 വീട് വിൽക്കാൻ പറ്റി. അതായിരുന്നു എൻ്റെ 2 സാക്ഷ്യത്തിലും പറഞ്ഞത്. 2 സാക്ഷ്യം കൊണ്ട് 3 വീട്. അത് ചെറിയ ലൈൻ മുറികളായിരുന്നു. ഇന്ന് ഞാൻ പറയണത് ഞങ്ങളുടെ തറവാടാണ്. ആ തറവാട് വിൽക്കാൻ വേണ്ടിയിട്ട് ആരും വരാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഞാനിവിടെ എന്ത് പറയുകയാണെങ്കിലും അതിൻ്റെ 3 ഇരട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. അങ്ങനെ 17ാമത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞു, ഇനി നിനക്ക് പുതുക്കി തരില്ല എന്ന്. അപ്പോൾ ഞാൻ പിന്നെയും ബ്രദറിനോട് പറഞ്ഞു, എന്താ ചെയ്യുക, ആരും വാങ്ങിക്കാൻ വരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ആധാരം കാണാനില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അതും നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പൻ കഴിക്കാൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അപ്പച്ചൻ ഇറങ്ങിപ്പോയ ദിവസം തന്നെ ആ വീട് 10-20 പേർക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അപ്പാപ്പൻ മരിച്ചിട്ട് അപ്പച്ചൻ ആ വീട് കിട്ടാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്തിരുന്നു. ആ കേസ് ജയിച്ചത് അപ്പച്ചൻ മരിച്ചിട്ടാണ് കേസ് ജയിച്ചത്. അപ്പച്ചൻ മരിച്ച് 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കേസ് ജയിച്ചത്. പിന്നെ അതിൻ്റെ ആധാരം കാണാനില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 17ാമത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ ബ്രദർ എനിക്ക് കുറേ വചനം തന്ന്, നീ പ്രാർത്ഥിക്കുക, നിനക്ക് എല്ലാ മാതാവ് ചെയ്തു തരുന്നുണ്ടല്ലോ. മാതാവ് എനിക്ക് ഒരുപാട് മെസ്സേജസ് തന്നിരുന്നു. അപ്പോൾ എല്ലാം തരുന്നുണ്ടല്ലോ. മാതാവ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. കാരണം എല്ലാവരും എൻ്റെ മുമ്പിൽ വന്നിട്ടാണ് പറയണത്, ചേച്ചി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം സാധിക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള പൈസ തരണം. എല്ലാവർക്കും ഞാൻ പൈസ കൊടുക്കും, പക്ഷേ കാര്യം നടക്കണില്ല. ഞാൻ എന്ന് വിചാരിക്കും, അവർ പറയും ഈ വീട് വിൽക്കുമ്പോൾ എല്ലാം പൈസ തരാമെന്ന്. മാസവണക്കത്തിന് നിയോഗം വെച്ചു. ബ്രദർ പറഞ്ഞു, എന്താണ് ഇതിൻ്റെ തടസ്സം എന്ന് ദൈവത്തിനോട് തന്നെ നീ ചോദിക്കുക. എന്നിട്ട് കുറേ വചനങ്ങളും തന്നു. അതെല്ലാം എഴുതിയിട്ട് ഈശോയോട് ചോദിച്ചു. മെയ് മാസം 28-ാം തീയതി നിയോഗം വണക്കമാസ നിയോഗത്തിന് പ്രാർത്ഥന കൂടി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു. 100 വർഷം പഴക്കമുള്ള വീടാണിത്. അപ്പോൾ കഴിഞ്ഞ നവംബറിൽ ഒരാൾ വന്നപ്പോൾ ഒരാൾ ട്രാൻസാക്ഷന് വന്നപ്പോൾ അയാൾ ആധാരമില്ല എന്ന് പറഞ്ഞപ്പോൾ 15 ലക്ഷം ഞങ്ങൾക്ക് രജിസ്ട്രേഷന് വേണമെന്ന് പറഞ്ഞപ്പോൾ സഹോദരന്മാർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ ആധാരം കണ്ടുപിടിച്ച് കൊടുന്നോളാമെന്ന് പറഞ്ഞു. പിന്നെ 2 മാസം കൊണ്ട് ആധാരം കിട്ടി. ഈ മെയ് മാസം വണക്കമാസം കഴിഞ്ഞ് 28-ാം തീയതി ഞാൻ വണക്കം ആരാധന കൂടിക്കഴിഞ്ഞപ്പോൾ ഒരാൾ വിളിച്ചു. അത് കഴിഞ്ഞ് ജൂൺ 26-ാം തീയതി അതിൻ്റെ കരാറ് നടന്നു. അന്ന് തൊട്ട് ഇന്ന് വരയ്ക്കും എനിക്ക് നിത്യത കിട്ടിയ പോലെ എനിക്ക് ഈശോയെ പറ്റിയിട്ട് മാത്രം പറയാനുള്ളൂ. വേറെ ഒരു സംഗതി എനിക്ക് പറയാനില്ല. എല്ലാം ഈശോ എനിക്ക് ചെയ്തു തരാം. ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല, ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എല്ലാ കാര്യവും ഈശോ ചെയ്തു തരണം. ഈശോയ്ക്ക് വേണ്ടി ഞാൻ നിരന്തരം പ്രവർത്തിക്കുകയാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം ഈശോ ചെയ്തു തരികയാണ്. അങ്ങനെ വെള്ളിയാഴ്ച അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ആ ക്യാഷ് ഞങ്ങൾ പങ്കിട്ടെടുത്തു. അങ്ങനെ
എൻ്റെ വീട്ടിൽ സമാധാനം കൈവന്നു, സ്നേഹം കൈവന്നു. മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ, ഇപ്പം എനിക്ക് 68 വയസ്സായി, എൻ്റെ ചേട്ടന് 72 വയസ്സ്. ഇനിയും ദിവസങ്ങൾ നീങ്ങാതെ എത്രയും വേഗത്തിൽ ഈ കാര്യത്തിനൊരു നടപ്പാക്കി അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. നേർച്ച വസ്തുക്കൾ എനിക്കധികം ഡോക്ടറെ കാണിക്കാൻ പോവേണ്ട ആവശ്യം വരാറില്ല. എൻ്റെ ഈശോയുടെ തൈലം ഞാൻ യൂസ് ചെയ്യും, എന്നും അഭിഷേകം ചെയ്യും, കുരിശ് വരച്ച് അഭിഷേകം ചെയ്യും. തൈലം ഉപയോഗിച്ച് ഒരു ദിവസം കാലുമ്പോൾ ഒരു ചെറിയൊരു വേദന വന്നു. ഞാൻ അച്ഛനെ 2 പ്രാവശ്യം ആ തറവാടിൻ്റെ ഫോട്ടോ കൊടുന്ന് കാണിച്ച് അച്ഛൻ എനിക്ക് അവിടെ കുഴിച്ചിടാനായിട്ട് ഒരു കാശ് രൂപം തന്നിട്ടുണ്ടായിരുന്നു. ആ കാശ് രൂപം കൊണ്ട് ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉപ്പ് അവിടെ വെതറിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് എത്രയും നേരത്തെ അത് വിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യണത്, ഞാൻ ആദ്യം തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. എൻ്റെ 2ാമത്തെ നിയോഗം കഴിഞ്ഞ അന്ന് മുതൽ ഇവിടെ വരാനായിട്ട് വിഷമമുള്ളവരെ എല്ലാവരും കൊണ്ടുവരണമെന്നൊരു നിയോഗം ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇന്ന് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ 500 പേരുണ്ട്. അന്ന് തൊട്ട് 2022 ഏപ്രിൽ തൊട്ട് ഇന്ന് വരയ്ക്കും എല്ലാ മാസവും ഞാൻ ആളുകളെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഇന്നും 26 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏകദേശം 100 പേരായപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ എന്നെ സഹായിക്കാൻ 2 പേര് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ സമർപ്പിതരായിട്ട് 2 ലീഡേഴ്സ് എനിക്ക് വന്നു. അത് കാരണം എല്ലാ ആഴ്ചയിലും 26 പേരോ അല്ലെങ്കിൽ 40 പേര് 42 പേരായിട്ട് ഈ കൃപാസനത്തിലേക്ക് എല്ലാ ആഴ്ചയിലും ഞാൻ ആളുകളെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതുപോലെ ഈ ഗ്രൂപ്പ് വഴി ഞങ്ങൾ എല്ലാ മാസവും ഒരാഴ്ച ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവും. ഓർഫനേജുകളിൽ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടംപോലെ പൈസ അവർക്ക് അയച്ചു കൊടുക്കും. പിന്നെ 1000 മണി കൊന്ത ഞങ്ങൾ 3 ദേശങ്ങളിലായിട്ട് ചെയ്യണോ, എല്ലാ മാസവും ചെയ്ത് അതിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ ഞാൻ എന്നും ഡെയിലി ബ്രെഡ് കൂടും. ഡെയിലി ബ്രെഡിൽ ഡോക്യുമെൻറ്റ്സ് വെക്കാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതി ഒരു കടലാസിലും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പികളെല്ലാം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കും. എനിക്കിത് തന്നെയാണ് ജോലി. ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. മെയ് മാസത്തിലെ ടോക്കാണ് കേട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പഴയ ടോക്കുകൾ ഇരുന്ന് കേൾക്കും. അതിൽ എനിക്ക് കൂടുതൽ അഭിഷേകം കിട്ടാറുണ്ട്. പിന്നെ 3 കെട്ട് പത്രം എല്ലാ മാസവും ഞാൻ വാങ്ങിച്ച് എല്ലാ ഫംഗ്ഷന് പോകുമ്പോൾ അവിടെയുള്ളവർക്ക് എല്ലാ ബസ്സിലും എൻ്റെ ഇടവകയിലും എല്ലാവർക്കും കൊടുക്കും. എല്ലാ കാര്യങ്ങളും ഇവിടെ പറയണതിൻ്റെ 4 കൊന്ത എത്തിക്കാറുണ്ട്. കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും കുടുംബ പ്രാർത്ഥനയായിട്ട് ചെല്ലാറുണ്ട്. അതെല്ലാം മാതാവ് എന്നോട് പറയുകയാണ്. കാലത്ത് 4:45 എഴുന്നേറ്റ് 5 മണി തൊട്ടിട്ട് ഒരു കൊന്ത ചെല്ലും. ഇതെല്ലാം മാതാവ് എന്നോട് സംസാരിക്കാറുണ്ട്. ഈ മാതാവ് പറയണത് നമ്മുടെ മനസ്സിൽ പറയുകയാണെങ്കിൽ കൂടി, പക്ഷേ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ അതെല്ലാം എനിക്ക് കൺഫർമേഷനാണ്. ഇപ്പം അച്ഛനാണ് എൻ്റെ ഗുരു, എനിക്ക് വേറെ ആരും ഗുരുക്കളൊന്നുമില്ല. അച്ഛൻ ടോക്കിൽ പറയുമ്പോൾ മാതാവ് എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തു. മാതാവ് എന്താ എന്നോട് പറഞ്ഞെങ്കിൽ ആ മിനിറ്റിന് ഞാനത് ചെയ്യും. പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടൊന്നും ഇല്ല. എന്തെങ്കിലും ഞാൻ ചെയ്യാത്തുണ്ടെങ്കിൽ എനിക്ക് നല്ല അടിയും കിട്ടും മാതാവിൻ്റെ നിന്ന്. അപ്പം എനിക്ക് പറയുമോ എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ലല്ലോ, അപ്പോൾ ഞാൻ പിന്നെ അത് ചെയ്യില്ല, കറക്റ്റാക്കും. എനിക്ക് കുറച്ച് മടിയെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പറയും, അതായത് ഇന്നത് ചെയ്യുക. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവ് ചെയ്തു തരണം. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയും. ജെറമിയ 7:23 എൻ്റെ വാക്ക് അനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. ഡാർലി റോയി എന്ന ഈ അമ്മ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയൊരു ദൈവാനുഗ്രഹത്തെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നന്ദിയായി സമർപ്പിക്കുകയാണ്. ഉടമ്പടി 17 തവണ പുതുക്കി ജീവിക്കുന്ന ഒരു സഹോദരിയാണ്. ഒത്തിരി പേരെ അമ്മ മാതാവിൻ്റെ തിരുനടയിലേക്ക് ത്യാഗത്തോടു കൂടി സമർപ്പിത മനസ്സോടുകൂടി അമ്മയുടെ അരികിൽ കൊണ്ടുവന്ന് അവരുടെ ജീവിത ക്ലേശങ്ങൾ പരിഹരിക്കുന്നതിന് ഉടമ്പടിയിലേക്ക് നയിക്കുവാൻ വഴികാട്ടിയാകുന്ന ഒരമ്മ കൂടിയാണ്. സഹോദരി സൂചിപ്പിച്ചത് 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സ്ഥലസംബന്ധമായ വിഷയത്തിൻ്റെ പരിഹാരത്തെക്കുറിച്ചാണ്. 3-4 തലമുറ കഴിഞ്ഞൊരു വിഷയം
അതിൽ യാതൊരു തരത്തിലും ചെറിയ രീതിയിലൊന്നും പരിഹരിക്കുവാനാവാതെ കൂടുതൽ കെട്ടുപിണഞ്ഞ കുരുക്കുകളും അവകാശികളുടെ കൂടുതലും അതോടൊപ്പം പരസ്പരം അത് സ്വത്തിനെ പ്രതിയുള്ള ചെറിയ കലഹങ്ങളും നീരസങ്ങളും ഒക്കെ ചേർന്ന വിഷയത്തെയാണ് അമ്മ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നത്. അമ്മ പറയുന്നുണ്ട്, ഏറെ വർഷങ്ങളായി ഇതിൻ്റെ ഒരു പരിഹാരത്തിന് വേണ്ടി കുടുംബം പരിശ്രമിക്കുന്നുണ്ട്. എല്ലാ വഴികളും അടയുമ്പോഴാണ് അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഈ നിയോഗം സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോഴും സഹോദരി പറയുന്നുണ്ട്, അത് എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് ആർക്കും അറിയില്ല. വില പറയുവാൻ പോലും ആരും അടുത്തു വരുന്നില്ല. അത് എല്ലാവർക്കും ആ വസ്തുവിൽ നിന്നുള്ള ആദായം ആവശ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഇത് രമ്യമായ പരിഹാരത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് ആ ഡോക്യുമെൻറ്റ്സ് സമർപ്പിച്ച് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ അമ്മ മാതാവിൻ്റെ അരികിൽ ഈ ഡോക്യുമെൻറ്റ്സ് സമർപ്പിക്കുകയും ആശീർവദിച്ച് അനുഗ്രഹിച്ച സമയച്ചുരുക്കം മാതാവിൻ്റെ സഹായത്താൽ എത്ര കുരുക്കുള്ള, എത്ര കണ്ട് അസാധ്യമായ, എത്ര വർഷം പഴകിയതാണെങ്കിലും അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആശീർവാദം നൽകിയാണ് അച്ഛനത് കൈമാറുന്നതും ഒപ്പം കാശുരൂപം കൊടുത്തുകൊണ്ട് അത് ആ ഭൂമിയിൽ കുഴിച്ചിടുവാനും അതിരുകളിൽ ഉപ്പ് വിതറിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണവും ഈശോയുടെ ശക്തമായ ഇടപെടലും ആ ഭൂമിക്ക് മേൽ, ആ വിഷയത്തിന് മേൽ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നത്. സഹോദരി പറയുന്നുണ്ട്, മെയ് മാസ വണക്കത്തിൽ ഇതൊരു നിയോഗമായി ഞാൻ സമർപ്പിക്കുകയും 28-ാം തീയതി ആ വണക്കം കൂടിയതിന് ശേഷം അമ്മയുടെ കരങ്ങളിൽ പ്രത്യേകമായിട്ട് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ വസ്തുവിനെ കാണുവാൻ ആൾ വരികയും വില പറയുകയും ഡോക്യുമെൻറ്റ്സ് കണ്ടെത്തുകയും അതിൻ്റെ അഡ്വാൻസ് നൽകി തീരെഴുതി അതിൻ്റെ ആ വസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് സഹോദരങ്ങൾക്കിടയിൽ യാതൊരു കലഹവും അഭിപ്രായക്കുറവുമില്ലാതെ രമ്യതയിൽ ജീവിതം മുന്നോട്ട് തുടരുവാൻ പറ്റുന്ന വിധത്തിൽ ആ വിഷയം പൂർണ്ണമായി തീർത്തെടുത്തുവെന്ന്. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പ്രോപ്പർട്ടി, അത് 2-3 തലമുറ കൈമാറിയ ഒരു വിഷയം, അത് ഒത്തിരി അവകാശികളുള്ള ഒരു കാര്യം, ഒരു തരത്തിലും അത് പരിഹരിക്കുവാനാവാതെ കിടക്കുന്ന ഒരു പ്രശ്നത്തിന്മേലാണ് അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മോട് പറയും, നിങ്ങൾ ഉടമ്പടിയിൽ എഴുതുന്ന നിയോഗങ്ങൾ അത് നടക്കില്ല എന്ന് നിങ്ങൾക്കുറപ്പുള്ളതായിരിക്കണം, അസാധ്യമെന്ന് നിങ്ങൾ തന്നെ പറയുന്നതായിരിക്കണം, മറ്റാർക്കും സാധിച്ചു തരുവാനാവില്ലെന്ന് നമ്മളത് മനസ്സിലാക്കിയ വിഷയങ്ങളായിരിക്കണം. കാരണം ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കുന്ന വിധത്തിൽ ആ വിഷയങ്ങളെ ഏൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. സമയത്തിന് മേൽ അധികാരമുള്ള, ജീവിതത്തിൻ്റെ ഏതൊരു വിഷയത്തിന് മേലും അധികാരമുള്ള സൃഷ്ടാവായ ദൈവത്തിൻ്റെ അരികിൽ നമ്മുടെ ഏതൊരു പ്രശ്നത്തെയും പരിഹരിക്കുവാനും ഏതൊരു വിഷയത്തിന് മേൽ തീരുമാനം നൽകുവാനും അമ്മ മാതാവിന് സാധിക്കും. അമ്മ മാതാവ് നമ്മോടൊപ്പം സഞ്ചരിക്കുകയാണ്. സമയച്ചുരുക്കത്തിൽ നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്ത് തിരുക്കുമാരന് സമർപ്പിക്കുകയാണ്. മകനോട് പറഞ്ഞ് അവിടെ പുതിയ വഴികൾ തുറന്ന് പുതിയ രീതിയിൽ ജീവിതം ശുഭകരമാകുന്ന വിധത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയാണ്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. അതുകൊണ്ട് എത്ര പഴകിയതാവട്ടെ, വർഷങ്ങൾ കഴിഞ്ഞതാവട്ടെ, എത്ര പരിശ്രമിച്ച് പരാജയപ്പെട്ടതാവട്ടെ, എത്ര കണ്ട് നടക്കില്ലെന്ന് മറ്റുള്ളവർ നമ്മളോട് പറയുന്നതാവട്ടെ, അമ്മയുടെ കരങ്ങളിൽ എളിമപ്പെട്ടുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. അമ്മ ഈശോയിൽ നിന്ന് അതിന് പരിഹാരവും ഉത്തരവും കണ്ടെത്തിത്തരും. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം തന്നെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ദേവമാതാവിൻ്റെ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച പരമഭക്ത പിതാവിനും പുത്രനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജാൻസി. ഞാൻ എഴുവിന ഇമാകുലേറ്റ് കൺസോർഷ്യം ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത് 2022 4-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ സാഹചര്യം, എൻ്റെ ചേച്ചി സിസ്റ്റർ ഫ്ലോറി എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വരികയും അവിടെ നിന്ന് ഉടമ്പടി എടുക്കാമെന്ന് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തതാണ്. അതിനു മുമ്പ് ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് അവസരമുണ്ടായിരുന്നു. 2017 എൻ്റെ പീലാസ മകനാണ് ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു. 2017 എൻ്റെ പീലാസ മകനാണ് എന്നെ എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ കൃപാസനത്തിൽ ഇറങ്ങാൻ വേണ്ടി അവൻ എന്നെ വിളിച്ചെങ്കിലും ഞാൻ കുളിച്ചിട്ടില്ല. അതൊന്നും വിശുദ്ധ സ്ഥലത്ത് പോകുന്നതിന്
ഇപ്പോൾ സമയമായിട്ടില്ല, കുളിക്കാതെ പോകാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഞാൻ വിലക്കുകയും കാറിലിരുന്ന് തന്നെ മാതാവിൻ്റെ രൂപത്തിൽ വിളിച്ച് അപേക്ഷിക്കുകയും അങ്ങനെ ആ സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ പറയുന്ന സാക്ഷ്യം 2023 ഒക്ടോബർ 4-ാം തീയതി എൻ്റെ വിസ കഴിയും. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരാനുള്ള ഒരു വിശ്വാസത്തിലാണ് കുവൈറ്റിൽ നിന്നിരുന്നത്. എന്നാൽ പെട്ടെന്ന് 2023 ജാനുവരി 1-ാം തീയതി ഞങ്ങളുടെ കമ്പനിയുടെ കോൺട്രാക്റ്റ് തീരുകയും പുതിയ കോൺട്രാക്റ്റേഴ്സ് ആരംഭിക്കുകയും ചെയ്തു. ആ പുതിയ കോൺട്രാക്റ്റ് അനുസരിച്ച് 3 മാസത്തിനുള്ളിൽ എല്ലാവരുടെയും വിസ പുതുക്കുകയും അതിനുവേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യണം. വിസ പുതുക്കുന്നതിന് മാർച്ച് 15-ാം തീയതി ആയപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു, നിനക്ക് വിസ പുതുക്കാൻ പറ്റില്ല, നിൻ്റെ വയസ്സ് 60 വയസ്സ് കഴിഞ്ഞു, അതുകൊണ്ട് കമ്പനിക്ക് നിയമം അനുവദിക്കുന്നില്ല, ഒരിക്കലും നിൻ്റെ വിസ പുതുക്കുകയില്ല എന്ന്. അതിനു മുമ്പ് മാർച്ച് 1st വീക്കിൽ ഞാൻ പള്ളിയിൽ പോയി ഗ്രോട്ടയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹസ്ബൻഡ് എന്നോട് വന്നിട്ട് ഒരു കോയിൻ തന്നിട്ട് ക്യാൻഡിൽ കത്തിക്കുവാൻ പറഞ്ഞു. ഞങ്ങൾക്ക് 1 മുതൽ 100 വരെയുള്ള നമ്പർ അനുസരിച്ചുള്ള സെൻസേഷൻ കോയിനാണ് ഇടുന്നത്. അപ്പോൾ ഏത് നമ്പറിൽ ഇടണമെന്ന് ഞാൻ ഓർത്തു. മാതാവേ, ഇത് ഏത് നമ്പറിൽ ഞാനിപ്പോൾ ഇടുമെന്ന് ചോദിച്ചു. അപ്പോൾ 28 എന്ന് എൻ്റെ കാതിൽ ആരോ മന്ത്രിക്കുന്നത് പോലെ തോന്നി. ഞാൻ വീണ്ടും ചോദിച്ചു, 28 എന്താണ് മാതാവേ എന്ന് ചോദിച്ചു. അപ്പോൾ വിസ എന്ന് എന്നോട് ആരോ മന്ത്രിച്ചു. പക്ഷേ എനിക്ക് വിസ അപ്പോൾ തീരുകയില്ലല്ലോ, ഒക്ടോബർ വരെ എനിക്ക് വിസയുണ്ട്, എനിക്ക് വിസയ്ക്ക് യാതൊരു തടസ്സവുമില്ല എന്ന് എൻ്റെ മനസ്സ് വിചാരിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ കോൺട്രാക്റ്റ് കഴിയുകയും പുതിയ വിസ മാർച്ച് 31 മുമ്പിൽ അടിച്ചില്ലെങ്കിൽ എനിക്ക് കുവൈറ്റിൽ നിൽക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലെന്നുള്ളത് മാതാവിന് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ എനിക്കതറിയില്ലായിരുന്നു. മാർച്ച് 15-ാം തീയതി കമ്പനി വിളിച്ചിട്ട് പറയുകയാണ്, നീ 31-ാം തീയതി നാട്ടിലേക്ക് തിരിച്ചു പോകണം. പക്ഷേ എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ കുവൈറ്റിലുണ്ട്. ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ തിരിച്ചു പോരാൻ പറ്റില്ല. എൻ്റെ ഹസ്ബൻഡിന് 3 മാസത്തെ കാലാവധിയുണ്ട് തിരിച്ചു പോരണമെങ്കിൽ. പക്ഷേ എനിക്ക് 15 ദിവസം മാത്രമേ അവിടെ നിൽക്കുവാൻ അനുവാദമുള്ളൂ. ഈ സാഹചര്യത്തിൽ മാതാവ് തന്നെ അത്ഭുതം പ്രവർത്തിച്ച് എനിക്ക് ആ വർഷത്തെ വിസ അടിച്ചു തന്നു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മേഡം റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് ആ വിസ അടിച്ചു തന്നു. 2ാമത് വിസ അടിക്കാവുന്ന കാലത്തിൽ മാതാവ് അത്ഭുതം പ്രവർത്തിച്ച് അവിടുത്തെ നിയമം തന്നെ മാറ്റിമറിച്ചു. 60 വയസ്സുള്ളവരെല്ലാവരിൽ കൂടുതലുള്ളവർക്ക് വിസ അടിക്കുവാനുള്ള നിയമം സാധ്യമാക്കിക്കൊണ്ട് മാതാവ് ആ നിയമത്തെ തന്നെ അസാധ്യമാക്കി കളഞ്ഞു. 28-ാം തീയതി വിസ അടിക്കുമെന്ന് മാതാവ് എന്നോട് വിളിച്ചു പറഞ്ഞു. ഞാൻ ക്യാൻഡിൽ ഇട്ടപ്പോൾ മാതാവ് പറഞ്ഞായിരുന്നു 28-ാം തീയതി വിസ അടിക്കുമെന്ന്. പക്ഷേ 27-ാം തീയതി വരെ കമ്പനി എന്നോട് പറഞ്ഞു നിനക്ക് വിസ അടിക്കില്ല. 27-ാം തീയതി 4 മണി വരെ കമ്പനി പറഞ്ഞു നിനക്ക് വിസ അടിക്കില്ലെന്ന്. 28-ാം തീയതി 10 മണിക്ക് വിളിച്ചു പറയുകയാണ് നിൻ്റെ വിസ ഇന്ന് അടിക്കുമെന്ന്. അങ്ങനെ മാതാവിൻ്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെയായിരുന്നു. പിന്നീട് ഞാൻ 2019 മുതൽ എനിക്ക് വെരിക്കോസ് പെയിൻ എന്ന അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ കൊറോണ കാലമായതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനും അതിന് കൂട്ടാക്കിയില്ല. അത് വലുതായി എൻ്റെ കൈപ്പത്തിയുടെ ഉൾത്തായി അൾസർ പോലെയായിരുന്നു. ഞാൻ അതിനൊരു മരുന്ന് കഴിച്ചില്ല. ഇവിടെ വന്ന് മാതാവിൻ്റെ അത്ഭുത വസ്തുക്കൾ ഉടമ്പടി തൈലവും ഉപ്പും കഴിക്കുകയും 1 വർഷത്തിനുള്ളിൽ അത് പൂർണ്ണമായി മാറുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ ത്വക്കിന് പുറത്ത്, എൻ്റെ കാലിൻ്റെ ത്വക്കിന് പുറത്ത് ആനയുടെ തൊലി പോലെ കട്ടിയായിരുന്നു. ഒരു ദിവസം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ, ഇത് ആരെങ്കിലും കണ്ടാൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഭക്ഷണം പോലും കഴിക്കുകയില്ല, അത്രയ്ക്ക് ഹീനമായിരിക്കുന്നു, അതുകൊണ്ട് ഇത് എനിക്ക് എങ്ങനെയെങ്കിലും മായ്ച്ചു തരണമേ എന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും തേച്ച് ഒരു രാത്രിയിൽ തേച്ച് കിടന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഡ്രസ്സിലെല്ലാം ഒത്തിരി ബ്ലഡ് ഉണ്ടായിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇതെന്ത് പറ്റിയെന്ന്. പോയി നോക്കുമ്പോൾ എൻ്റെ കാലിലെ ആ ഭാഗമെല്ലാം വെരിക്കോസ് വെയിൻ വന്ന ഭാഗങ്ങളെല്ലാം ഓപ്പറേഷൻ ചെയ്ത പോലെ വരഞ്ഞ് എല്ലാ സ്ഥലവും വരഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴും മുട്ടുകുത്തുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാം അതങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അതുപോലെ പോകുന്നു. പക്ഷേ എനിക്ക് ഒരു വേദന പോലും അനുഭവപ്പെട്ടില്ല. അങ്ങനെ അത് പൂർണ്ണമായും സാധാരണ തൊലിയിലേക്ക് സ്കിന്നിലോട്ട് വരികയും അങ്ങനെ ആ രോഗസൗഖ്യം എനിക്ക് ലഭിക്കുകയും ചെയ്തു. 3ാമത് എൻ്റെ വീട്. 2017 മുതൽ ഞാൻ വീട് വയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ നടന്നില്ല. ഉടമ്പടി എടുത്ത് 16-ാം ദിവസം ഞാൻ വീടിന് കല്ലിടുകയും അത് ഏറ്റവും നല്ല രീതിയിൽ മാതാവ് നടത്തി തരികയും 16-ാം
2023 ഉടമ്പടി എടുക്കുന്നതിൻ്റെ അതേ ദിവസം തന്നെ വീട് പാല് കാച്ചുകയും ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാനിവിടെ നിന്ന് പത്രങ്ങൾ ബംഗ്ലാദേശ് പത്രവും മലയാളം പത്രവും വാങ്ങിച്ചു കൊണ്ടുപോവുകയും അതുപോലെ തന്നെ കാശ് ഉപ്പും വാങ്ങിച്ചു കൊണ്ടുപോയി എല്ലാവർക്കും പ്രാർത്ഥിച്ച് കൊടുക്കുകയും ചെയ്യും. ഞാനന്ന് NGT ഉണ്ടാക്കുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ NGT ഉണ്ടാക്കുന്ന പേഷ്യൻറ്റുകൾക്ക് എനിക്ക് മനസ്സിൽ തോന്നുമ്പോൾ അതൊരു മാനസികമായിട്ട് എനിക്ക് മനസ്സിൽ തോന്നുന്നു ഈ പേഷ്യൻറ്റിന് കുറച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് NGT കൊടുക്കണമെന്ന്. അങ്ങനെ ആ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് NGT കൊടുക്കുന്ന പേഷ്യൻ്റ് 2 ദിവസത്തിനുള്ളിൽ NGTയിൽ നിന്ന് മാറി സാധാരണ നിലയിലേക്ക് മാറുകയും അങ്ങനെ അത്ഭുതങ്ങൾ മാതാവ് ഒത്തിരി നടത്തുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരിക്ക് വയോജനയിൽ ഒരു മുഴ ഉണ്ടാകുകയും ആ മുഴ അത്ഭുത വസ്തുക്കൾ നേർച്ച വസ്തുക്കൾ സ്വീകരിച്ചതുകൊണ്ട് മാറുകയും ചെയ്തു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ മറ്റുള്ളവർക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ വീട് വെക്കാൻ പലർക്ക് സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഞങ്ങളുടെ കമ്പനിയിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരാണുള്ളത്. അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഫിഷ് കറി ഉണ്ടാക്കി കൊടുക്കുന്നത് എൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ കരുതുന്നു. ഇത്രയും നന്മകൾ തന്ന എല്ലാത്തിനും പരിശുദ്ധ ദൈവമാതാവിന് 1000 നന്ദി പറയുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2-ാം തിരുവചനം. ദൈവം തിരഞ്ഞെടുത്തവരുടെ വിശ്വാസത്തെയും ദൈവഭക്തിക്കും ചേർന്ന സത്യത്തിൻ്റെ ജ്ഞാനത്തെയും നിത്യജീവൻ്റെ പ്രത്യാശയിൽ വർദ്ധിക്കുന്നതിനു വേണ്ടി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ജാൻസി എന്ന മകൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് തൻ്റെ സങ്കടങ്ങളെല്ലാം പരിശുദ്ധ അമ്മയോട് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ വിശ്വാസം വർദ്ധിക്കുകയും വിശ്വാസത്തിൽ ജീവിക്കുന്നവരെ അത് ആഴപ്പെടുത്തുവാൻ പറ്റിയ ഒരു വലിയ ജ്ഞാനം മകൾക്ക് ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം തൻ്റെ 60 വയസ്സ് കഴിഞ്ഞുള്ള ഒരു വിസ പുതുക്കൽ പ്രോസസ്സ് ഇനി സാധ്യമല്ലെന്ന് ഗവൺമെൻറ് തന്നെ വളരെ ഉറപ്പ് നൽകിയപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നു ഈ മകൾ എവിടെ ഉടമ്പടിയെടുത്ത മകളാണ്. ഈ മകൾ എവിടെ എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും ആത്മാവ് തന്നെ ഈ മകളെ പ്രേരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ ചെന്ന് കുവൈറ്റിലുള്ള ദേവാലയത്തിൽ ചെന്ന് സെൻസർ കോയിനിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ തന്നെ പറഞ്ഞു 1 മുതൽ 100 വരെയുള്ള നമ്പറിൽ നീ ഏത് നമ്പർ ഇടണം? അത് 28 എന്ന നമ്പർ പറഞ്ഞു. കാരണം അത് 28-ാം തീയതിയാണ് ഈ മകൾക്ക് വിസ സാങ്ഷനാക്കി കൊടുക്കാൻ മാതാവ് നിശ്ചയിച്ചിരിക്കുന്ന ആ ദിവസം. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിനു മേൽ അധികാരമുണ്ടെന്ന് നമുക്കറിയാം. സമയമായില്ല എന്ന് പറഞ്ഞ ദിവ്യകുമാരനോട് ഇത് നിൻ്റെ സമയമായി എന്നാണ് കാനായിലെ വിവാഹത്തിൽ അമ്മ പറഞ്ഞത്. അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ജാൻസി നമ്മോട് ഏറ്റുപറഞ്ഞത്. 27-ാം തീയതി പോലും പറയുകയായിരുന്നു നിനക്ക് വിസ പ്രോസസ്സിങ് നടക്കുകയില്ല, നിനക്ക് വിസ ഇല്ലാതെ തിരിച്ചു പോകേണ്ടി വരുമെന്ന്. 28-ാം തീയതി പരിശുദ്ധ അമ്മ കൊടുത്ത ആ ദിവസത്തിൽ തന്നെ ഈ മകൾക്ക് വിസ സാങ്ഷൻ ആവുകയും ചെയ്തു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. കാരണം നാം അസാധ്യമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് നാം നിയോഗത്തിൽ എഴുതേണ്ടതെന്ന് ജോസഫ് അച്ഛൻ നമ്മെ ഉടമ്പടി ക്ലാസ്സുകളിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് അസാധ്യമായ കാര്യങ്ങളാണെന്ന് ദൈവത്തിന് സാധ്യമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ മകൾ പറയുകയുണ്ടായി വേരിക്കോസ് വെയിൻ്റെ വളരെ ശക്തമായ വേദനയും അലച്ചിലും പരിശുദ്ധ അമ്മയുടെ ഉപ്പും തൈലവും ഉപയോഗിച്ച് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉടൻ തന്നെ ആ സൗഖ്യം ലഭിച്ചു. പിറ്റേ ദിവസം തന്നെ മകൾക്ക് ഉടനെ വലിയൊരു സൗഖ്യം ലഭിച്ച് മകൾക്ക് സന്തോഷമായി എന്നറിയിക്കുന്നു. ഒരു വീട് ഒരു സ്വപ്നമായിരുന്നു. ഇവിടെ ഉടമ്പടിയെടുത്ത് 16-ാം ദിവസം തന്നെ പരിശുദ്ധ അമ്മ വീടിന് കല്ലിടാനുള്ള വലിയൊരു അനുഗ്രഹം നൽകി. അങ്ങനെ ജാൻസിയെയും കുടുംബത്തെയും ഇന്ന് എപ്പോഴും പിന്തുണച്ചുകൊണ്ടിരുന്ന് പരിശുദ്ധ അമ്മ കൂടെ നടന്ന് ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് നമ്മൾ ഇപ്പോൾ തന്നെ കേട്ടത്. അതുപോലെ തന്നെ സീരിയസ് ആയി കിടക്കുന്ന പേഷ്യൻസിനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് ഈ മകൾക്ക് പ്രത്യേക വരം ലഭിച്ചിരിക്കുകയാണ്. അവരുടെ ഏതാവശ്യമാണോ, അവർക്ക് എത്ര സങ്കടപ്പെട്ട അവസ്ഥയായാലും അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ നേർച്ച വസ്തുക്കൾ നൽകി അവർക്ക് സൗഖ്യം നൽകി വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് രോഗശാന്തി ലഭിക്കുന്ന ഈ മകൾക്ക് കാണാൻ സാധിച്ചു. നാം ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ജാൻസിക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും അഭിഷേകത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം.